പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. മനുസ്മൃതി അറിവും തിരിവും പരമ്പര 6-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. 1 മുതൽ 5 വരെ ഭാഗങ്ങൾ കൂട്ടുകാർ കേട്ടു. എനിക്ക് നല്ല പ്രോത്സാഹനമാണ് നൽകിയത്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു എന്നൊക്കെ കൂട്ടുകാരെ അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കഴിഞ്ഞ 5-ാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വർണ്ണം, ജാതി, വ്യക്തി, ഉപവ്യക്തികൾ, അതിൽ നിന്നുണ്ടാകുന്ന വംശം, കുലം, സമുദായം എന്നിവയെക്കുറിച്ചാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലളിതമാക്കി പറഞ്ഞാൽ, ജാതി എന്നത് ഉണ്ടാകുന്നത് ജനന രീതിയിൽ നിന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 8 വിഭാഗങ്ങളായിട്ട് ജനന രീതിയെ തിരിച്ച് പഠിച്ചു. ജരായുജം, അണ്ടജം, അങ്ങനെ. അതിൽ ജരായുജം എന്ന് വെച്ചാൽ പ്രസവിച്ച് ഉണ്ടാവുന്നത്. പ്രസവിച്ചുണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങളും ഒക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. കുറച്ച് ലളിതമാക്കി പറഞ്ഞാൽ, പ്രസവിച്ച് ഉണ്ടാവുന്നതിൽ നമുക്ക് ഒരു ജാതി എടുക്കാം. പശു. പശു എന്ന് പറയുന്നത് പൊതുവായി പറയപ്പെടുന്ന ഒരു പേരാണ്. പശു എന്ന് പറയുന്നത് ഒരു ജാതിയാണ്. എന്നാൽ ഓരോ ദേശത്തും അതിൻ്റെ കാലാവസ്ഥയനുസരിച്ച് ജനിച്ചു വളർന്ന അനേകം പശു ഇനങ്ങളുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഓരോന്നിനെയും ഓരോ പശു സമുദായമായിട്ട് കൂട്ടാം. ഉദാഹരണത്തിന് നാടൻ പശുക്കൾ, വെച്ചൂർ പശു, കാസർഗോഡ് പശു, സിന്ധി പശു, ഗിർ പശു, ഓങ്കോൾ പശു, സ്വിസ് ബ്രൗൺ പശു, ജേഴ്സി പശു, ഹോൾസ്റ്റൈൻ പശു, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വംശങ്ങളായിട്ട് ഈ ലോകമെമ്പാടും പശുക്കൾ ഉണ്ട്. അപ്പോൾ ഒരു പശു മറ്റൊരു പശുവിനോട് പറയുന്നു. ഉദാഹരണത്തിന് ഒരു ഹോൾസ്റ്റൈൻ പശു, അത് ജർമ്മനിയിൽ ജനിച്ചു വളർന്ന ഒരു പശുവാണ്. ആ പശു നമ്മുടെ കൊച്ചു സുന്ദരിയായിട്ടുള്ള വെച്ചൂർ പശുവിനോട് പറയുകയാണ്, എനിക്ക് നല്ല വലിയ ശരീരമാണുള്ളത്, അതുപോലെ തന്നെ നിന്നേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പവും കാഴ്ചയ്ക്ക് രൂപഭംഗിയും ഒക്കെ എനിക്കുണ്ട്. ഞാൻ ഒരു നേരം കൊടുക്കുന്നത് 15 ലിറ്റർ പാലോളമാണ്. അങ്ങനെ നോക്കുമ്പോൾ നിന്നേക്കാൾ വളരെ വളരെ വലിയ ആളാണ് ഞാൻ. ഇത് കേൾക്കുന്ന നമ്മുടെ കൊച്ചു സുന്ദരി വെച്ചൂർ പശു ഹോൾസ്റ്റൈൻ പശുവിനോട് പറയുകയാണ്, നിൻ്റെ ശരീരത്തിനൊക്കെ വലിപ്പമുണ്ട്, പക്ഷേ ആൾക്കാർ വളരെ ഓമനിക്കുന്നത് എന്നെയാണ്. കാരണം എൻ്റെ ആ കുഞ്ഞു ശരീരവും എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യവും ഒക്കെ ഞാൻ ഈശ്വരന് പോലും പ്രിയപ്പെട്ടവളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുമാത്രമല്ല, നിനക്ക് 15 ലിറ്റർ പാൽ കൊടുക്കാൻ നിനക്ക് ശേഷിയുണ്ട്, പക്ഷേ എനിക്ക് 1.5 ലിറ്റർ പാൽ കൊടുക്കാനേ ശേഷിയുള്ളൂ. പക്ഷേ എൻ്റെ 1.5 ലിറ്റർ പാലിൻ്റെ ഔഷധ മൂല്യം നിൻ്റെ 15 ലിറ്റർ പാലിനില്ല. അതോടെ ഹോൾസ്റ്റൈൻ പശു നാണിച്ചു പോകും. ഇതാണ് വംശങ്ങൾ തമ്മിൽ കലഹിച്ചാലുള്ള ആ ഒരു അവസ്ഥ. ഒരു വംശവും മറ്റൊരു വംശത്തേക്കാൾ ഉയർന്നതല്ല. കാരണം വംശം തന്നെ പ്രവൃത്തി, ചിന്താഗതികൾ, ആശയങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവിധ ഘടകങ്ങളാൽ ഒരുമിക്കുന്ന ഒരു സംഘം മാത്രമാണ്. അപ്പോൾ ആ സംഘത്തിന് ആ ഒരു പ്രത്യേകതകൾ മാത്രമേ ഉണ്ടാവൂ.
മറ്റ് വംശങ്ങൾക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് വംശങ്ങൾ തമ്മിൽ കലഹിക്കുന്നതിലെ അർത്ഥമില്ലായ്മ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ജാതി എന്താണെന്നും വംശം, കുലം, സമുദായം ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നും മനസ്സിലായി കാണും. വംശം, കുലം, സമുദായം ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ജാതി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥമനുസരിച്ച് മറ്റൊന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഓരോ വംശത്തെയും ഓരോ ജാതിയായിട്ടാണ് പറയുന്നത്. വംശങ്ങൾക്ക് തന്നെ ഉപവംശങ്ങളുണ്ട്, ഉപസമുദായങ്ങളുണ്ട്, ഉപകുലങ്ങളുണ്ട്. മനസ്സിലായില്ലേ? വീണ്ടും വീണ്ടും പിരിഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഒരു മാണത്തിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്നത് എന്ന് പറഞ്ഞത്. മാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിമുളയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വർദ്ധിക്കുക എന്നർത്ഥം. അതിൽ നിന്നാണ് നമ്മൾ വാഴ മാണം എന്ന് പറയുന്നത്. വാഴയിൽ നിന്നും, വാഴയുടെ ആ ഒരു അടിസ്ഥാന സംഭവത്തിൽ നിന്നും പൊട്ടിമുളച്ച് വീണ്ടും വീണ്ടും ധാരാളം വാഴകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അതുപോലെ ജാതി, വ്യക്തി, ഉപവ്യക്തി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ ഉപവ്യക്തികൾ വംശം, സമുദായം, കുലം തുടങ്ങിയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ സംഘം ചേർന്നപ്പോഴാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നീട് പറയൻ, പുലയൻ, കുറവൻ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വംശങ്ങളായിട്ട് മാറിയത്. ആ വംശങ്ങൾക്ക് തന്നെ ഉൾപ്പിരിവുകളുണ്ട്. ബ്രാഹ്മണരിൽ തന്നെ അനേകം ഉൾപ്പിരിവുകളുണ്ട്. ക്ഷത്രിയൻ അതുപോലെ മറ്റെല്ലാ വംശങ്ങൾക്കും ഉൾപ്പിരിവുകളും ഉണ്ട്. അപ്പോൾ ഇതൊന്നും ജാതിയല്ല, ഇത് വംശങ്ങളാണ്, കുലങ്ങളാണ്, സമുദായങ്ങളാണ്. അതിനോരോരോ പേരുകൾ, അതിൻ്റെ പ്രവൃത്തിയും രീതിയും പ്രവർത്തനങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് അതിനെ ഇങ്ങനെ ഓരോരോ തരംതിരിവുകളായി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ഇന്ന് നമ്മൾ ജാതിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി, വംശത്തെക്കുറിച്ച്, സമുദായത്തെക്കുറിച്ച്, കുലത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി ഇതുപോലൊരു പ്രാധാന്യമുള്ള മറ്റൊരു ഘടകമാണ് കുടി. ജാതിയും കുടിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് ജാതി, എന്താണ് കുടി? അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ സന്തോഷം, വളരെ നന്ദി.